എന്താ കാർത്തി, ഫുഡൊന്നും ആയില്ലേ? ഓ ഇപ്പൊ ശരിയാക്കി തരാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. നമുക്ക് നമ്മുടെ അമ്മോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാക്കാന്ന്. എന്താണ് അമ്മേ, എല്ലാം ആയില്ലേ? എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അമ്മ തന്നെ നേരിട്ടിട്ട് പറഞ്ഞു തരും എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന്. ഓക്കെ, നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ കറിയാണ്. പാലക്കാടൻ സ്റ്റൈൽ നാടൻ ചിക്കൻ കറിയാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല സ്വാദിഷ്ടമായ ചിക്കൻ കറിയാണ്. നമുക്ക് ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ. അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 2 ഉള്ളി ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, കുറച്ച് തേങ്ങാക്കൊത്ത്, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച്. അതിന് വേണ്ട പൊടികൾ: 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മസാലപ്പൊടി, ചിക്കൻ മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല 1/2 സ്പൂൺ, ആവശ്യത്തിന് എണ്ണ, ആവശ്യത്തിന് ഉപ്പും. ആദ്യം സ്റ്റൗ കത്തിക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ഉള്ളി ഇടുക, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, തക്കാളി, നന്നായിട്ട് ഇളക്കുക. ഉള്ളി ഒന്ന് വറങ്ങാൻ വേണ്ടി കുറച്ച് ഉപ്പ്. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം കൂടി ഇളക്കുക. കുറച്ച് നമ്മൾ ഉപ്പിട്ടിട്ട് ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പിടും. ചിക്കനിലേക്ക് വേണ്ട നല്ലവണ്ണം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കുക. ചിക്കൻ ഇടുക. നല്ലോണം ഇളക്കിയിട്ട് ശ്രദ്ധിക്കണം. ചിക്കൻ കറിയിൽ തിളച്ച വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചവെള്ളം ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. തിളച്ച വെള്ളം ആവശ്യാനുസരണം ഒഴിക്കുക. ഇനി അത് കടന്ന് തിളക്കും. 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും എല്ലാം കഴിക്കാം. പത്തിരി, പൊറോട്ട, കറിവേപ്പില മേലെയിടാം.
സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി. പാലക്കാട് സ്റ്റൈൽ.